പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ ജോലികൾ ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിലാണ് ബോർഡ് യോഗം ചേരുന്നത്. രാവിലെ 11-ന് എമിറേറ്റ്സ് ടവറിലാണ് യോഗം. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി, ടീകോം സാരഥി ജാബിർ ബിൻ ഹാഫിസ്, ഡയറക്ടർ ബോർഡിലെ പ്രത്യേക ക്ഷണിതാവ് എം.എ. യൂസഫ് അലി, സ്മാർട്ട് സിറ്റി എം.ഡി. ബാജു ജോർജ്, ടീകോം പ്രതിനിധി സഞ്ജീവ് ഖോസ്ല എന്നിവർ യോഗത്തിൽ സംബന്ധിക്കും. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ആദ്യ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നത്. ഏറെക്കുറെ എല്ലാ നിലകളും വിവിധ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണ് അധികൃതർ. 4 കിലോമീറ്ററോളം റോഡും ഒരു പാലവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിന് ദുബൈ ഭരണാധികാരി കൂടിയായ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ കൊണ്ടുവരാനുള്ള ഊർജിത നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. അടുത്ത മാസം തന്നെ ഉദ്ഘാടനം നടത്താൻ സാധിക്കുമെന്നും സർക്കാർ പ്രതീക്ഷയിലാണ്. അടുത്ത 4 വർഷത്തിനകം ഏതാണ്ട് 70,000 പേർക്ക് സ്മാർട്ട് സിറ്റിയിൽ ജോലി നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മൊത്തം പദ്ധതിയിലൂടെ 1 ലക്ഷം തൊഴിലവസരങ്ങളാണ് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത്. MCA നാസർ, മീഡിയ 1, ദുബൈ.